13-ാം രാവ്. ഓ കീർത്തിമാനായ രാജാവേ. കൂനൻ അപ്രകാരം പറഞ്ഞപ്പോൾ വസീർ മറുപടി നൽകി, എഴുന്നേൽക്കൂ, വേഗം സ്ഥലം വിടൂ. എനിക്ക് ഭ്രാന്തുണ്ടോ? കൂനൻ വിളിച്ചു പറഞ്ഞു. നിങ്ങളോടൊപ്പം പോകാൻ ഇഫ്രിത്തിന്റെ അനുവാദമില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അവൻ പോകുമ്പോൾ പറഞ്ഞ അവസാന വാക്ക് ഇതാണ്, സൂര്യൻ ഉദിക്കുമ്പോൾ നീ സ്വന്തം വഴിക്ക് പോയിക്കോളൂ. അപ്പോൾ സൂര്യൻ ഉദിച്ചോ ഇല്ലയോ? ഇല്ലെങ്കിൽ അതുവരെ എനിക്ക് ഇവിടുന്ന് ഇളകാൻ ധൈര്യമില്ല. ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? മന്ത്രി ചോദിച്ചു. ഞാൻ ടോയ്ലറ്റിൽ പോകാനായി ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ആ വെള്ളത്തിൽ നിന്നൊരു ചുണ്ടനെലി വരുന്നത് കണ്ടത്. എന്റെ നേരെ ചിലച്ചുകൊണ്ടത് വളർന്നു വലുതായി ഒരു പോത്തായി മാറി. അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ അവൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയി. ആ വധുവിനെയും അവളെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചവനെയും അല്ലാഹ് ശപിക്കട്ടെ. വസീർ അവന്റെ അടുത്ത് ചെന്ന് അവന്റെ തല ആ തുളയിൽ നിന്നും പൊക്കി. അവൻ സൂര്യൻ ഉദിച്ചോ എന്നൊന്നും നോക്കാതെ ജീവനും കൊണ്ടോടി. പിന്നെ സുൽത്താന്റെ അടുത്ത് ചെന്ന് ഭൂതത്തിൽ നിന്നും തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. വസീർ ആ സമയത്ത് മകളുടെ മണിയറയിൽ ചെന്നു. അവളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എന്റെ മോളെ, ഈ വിചിത്ര സംഭവം എനിക്ക് വിവരിച്ചു തരൂ. അത് ഇത്ര മാത്രമാണ്. അവർ എന്നെ പ്രദർശിപ്പിച്ച ശേഷം ആ വരൻ രാത്രി എന്നോടൊപ്പം ശയിച്ചു. എന്റെ കന്യാത്വം അപഹരിച്ചു. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഗർഭിണിയാണ്. അദ്ദേഹം എന്റെ ഭർത്താവാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതാ നോക്കൂ, അദ്ദേഹത്തിന്റെ തലപ്പാവ് അതേപോലെ സെറ്റിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കടാരി, ട്രൗസർ, കിടക്കടിയിൽ പൊതിഞ്ഞു വെച്ച് മറ്റെന്തോ സാധനവും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടപ്പോൾ അച്ഛൻ ഉള്ളിൽ വന്ന് തന്റെ സഹോദരപുത്രനായ ബദർ അൽദീൻ ഹസന്റെ തലപ്പാവ് എടുത്ത് തിരിച്ചു മറിച്ചു നോക്കിയ ശേഷം പറഞ്ഞു, ഈ തലപ്പാവ് വസീർമാർ ധരിക്കുന്ന തരം മസ്ലിൻ ആണല്ലോ. അപ്പോൾ അദ്ദേഹം അത് നിവർത്തി നോക്കി. അതിലൊരു മന്ത്ര തകിട് തുന്നി പിടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം കണ്ടു. അയാൾ തുന്നൽ ഊരി അത് പുറത്തെടുത്തു. പിന്നെ ആ ട്രൗസർ പൊക്കി നോക്കി. അതിന്റെ പോക്കറ്റിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ നിറച്ച സഞ്ചി കണ്ടു. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു കടലാസ് കിട്ടി. അതൊരു വിൽപ്പന രശീതിയാണ്. നൂർ അൽദീൻ അലി, ഈജിപ്തുകാരന്റെ മകൻ ബദർ അൽദീൻ ഹസന്റെ പേരിൽ ഒരു യഹൂദൻ എഴുതി കൊടുത്തത്. 1000 ദിനാറും അതിലുണ്ട്. ഷംഷ് അൽദീൻ ഇത് വായിച്ച ഉടനെ ഉറക്കെ നിലവിളിച്ച് ബോധം കെട്ടു വീണു. കുറച്ചു കഴിഞ്ഞ് ബോധം ഉണർന്നപ്പോൾ കാര്യത്തിന്റെ സാരാംശം പിടികിട്ടി. വല്ലാത്ത വിസ്മയത്തോടെ അദ്ദേഹം പറഞ്ഞു, സർവശക്തനായ ഒരു ഈശ്വരനേ ഉള്ളൂ. അവന്റെ പരമാധികാരം എല്ലാ വസ്തുക്കളിലും ഉണ്ട്. നിനക്കറിയാമോ എന്റെ മകളെ, നിന്റെ ഭർത്താവായി വന്ന് നിന്റെ കന്യാത്വം അപഹരിച്ചത് ആരാണെന്നറിയാമോ? ഇല്ല, അവൾ മറുപടി നൽകി. സത്യമായും അവൻ എന്റെ അനിയന്റെ മകനാണ്, നിന്റെ കസിൻ. ഈ 1000 ദിനാർ നിന്റെ മഹ്റം. അല്ലാഹുവിന്റെ സ്തുതി. എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? പിന്നെ ആ രക്ഷാകവചത്തിന്റെ തുന്നൽ ഊരി നോക്കി. തന്റെ മൃതിയൊഴിഞ്ഞ അനിയന്റെ കത്താണതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബദർ അൽദീൻ ഹസന്റെ പിതാവ് ഈജിപ്തുകാരനായ നൂർ അൽദീന്റേത്. ആ കൈയക്ഷരം കണ്ടപ്പോൾ അദ്ദേഹം അതിൽ വീണ്ടും ചുംബിച്ചു. മരിച്ചുപോയ അനിയനെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു. പിന്നെ ആ കടലാസ് ചുരുൾ അദ്ദേഹം വായിച്ചു. ബസ്ര വസീറിന്റെ പുത്രി അനിയൻ വിവാഹം കഴിച്ച തീയതിയും അവൾ ഗർഭം ധരിച്ചതും ബദർ അൽദീനെ പ്രസവിച്ചതും അനിയന്റെ മരണം വരെയുള്ള ചരിത്രം മുഴുവനും അതിലുണ്ട്. അദ്ദേഹം അത് വായിച്ച അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. അദ്ദേഹം സ്വന്തം വിവാഹ ദിനവും മണിയറ പ്രവേശനവും മകൾ സിദ് അൽ ഹുസൈനിന്റെ ജനന തീയതിയും എല്ലാം അനിയന്റേതുമായി തുലനം ചെയ്തു നോക്കി. എല്ലാം എത്ര പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ട് അദ്ദേഹം അങ്ങേയറ്റം ആഹ്ലാദിച്ചു. അങ്ങനെ അദ്ദേഹം ഈ രേഖകൾ എടുത്ത് സുൽത്താന്റെ അരികിലെത്തി എല്ലാം വിശദീകരിച്ചു, തുടക്കം മുതൽ അവസാനം വരെ. രാജാവ് അത്ഭുതപ്പെട്ടുപോയി. എല്ലാം അതേപടി രേഖപ്പെടുത്താനായി അദ്ദേഹം ഉത്തരവിട്ടു. തന്റെ സഹോദരപുത്രനെയും പ്രതീക്ഷിച്ച് വസീർ ഇരുന്നു. എന്നാൽ അയാൾ വന്നില്ല. ഓരോ ദിവസവും അദ്ദേഹം കാത്തിരിപ്പ് തുടർന്നു. 7 ദിവസം കഴിഞ്ഞിട്ടും അയാൾ വന്നെത്തിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹ്, എനിക്ക് മുമ്പ് ആരും ചെയ്തിട്ടില്ലാത്തൊരു പണി ഞാൻ ചെയ്യും. പിന്നെ തൂവൽ പേനയും മഷിയും എടുത്ത് ഒരു കടലാസിൽ മുഴുവൻ വീടിന്റെ ഒരു പ്ലാൻ വരച്ചു. അതിൽ കട്ടനുകളും ഫർണിച്ചറും എല്ലാം ഉള്ള മണിയറ അതേപോലെ വരച്ചു വെച്ചു. പിന്നെ ആ പ്ലാൻ വരച്ച കടലാസ് മടക്കി എല്ലാ ഫർണിച്ചറും ബദർ അൽദീനിന്റെ ഉടുപ്പുകളും തലപ്പാവും മേലങ്കിയും പണസഞ്ചിയും മറ്റും എടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ വെച്ച് താഴിട്ട് പൂട്ടി സീൽ ചെയ്തു വെച്ചു. തന്റെ മരിച്ചുപോയ അനിയന്റെ മകൻ ബദർ അൽദീൻ ഹസൻ വരുന്നതുവരെ അതങ്ങനെ അടഞ്ഞു കിടക്കട്ടെ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വസീറിന്റെ മകളാകട്ടെ മാസം തികഞ്ഞപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ ഒരു പുത്രനെ പ്രസവിച്ചു. അച്ഛനെ പോലെ സൗന്ദര്യത്തിലും അങ്കലാവണ്യത്തിലും അവൻ തിളങ്ങി. അവർ അവന്റെ സുന്നത്ത് നടത്തി. കണ്ണുകളുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കാനായി കൺമഷി എഴുതി. അവനെ വളർത്താനായി നേഴ്സുമാരെയും ആയമാരെയും നിർത്തി. അവന് അവർ അജീബ് എന്ന് നാമകരണം ചെയ്തു. അതിവേഗം അവൻ കരുത്തനായി വളർന്നു വന്നു. അവന് 7 വയസ്സായപ്പോൾ മുത്തച്ഛൻ അവനെ സ്കൂളിലേക്ക് അയച്ചു. അവന് ഖുർആനും മറ്റെല്ലാ വിഷയങ്ങളും നന്നായി പഠിപ്പിക്കാൻ ഗുരുനാഥനെ നിർദ്ദേശിച്ചു. 4 കൊല്ലം അവൻ സ്കൂളിൽ നിന്ന് പഠിച്ചു. എന്നാൽ അവൻ അവിടെ ഒരു വഴക്കാളിയായിരുന്നു. സഹപാഠികളെ പീഡിപ്പിക്കുകയും ശകാരിക്കുകയും അടിപിടുകൂടുകയും ചെയ്തു പോന്നു. അവൻ അഹങ്കാരത്തോടെ മറ്റു വിദ്യാർത്ഥികളോട് വിളിച്ചു പറയും, എന്നെ പോലുള്ളവർ ആരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടോ? ഞാൻ ഈജിപ്ത് വസീറിന്റെ മകനാണ്. ഒടുവിൽ എല്ലാ കുട്ടികളും ഒന്നിച്ചു ചേർന്ന് ഗുരുനാഥന്റെ അടുക്കൽ പരാതി സമർപ്പിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അവനോട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് ചെയ്താൽ അവൻ സ്കൂളിൽ നിന്ന് തന്നെ പോയേക്കും. അത് ഇതാണ്, അവൻ നാളെ സ്കൂളിൽ എത്തുമ്പോൾ നിങ്ങൾ അവന് ചുറ്റും ഇരുന്ന് മറ്റു ചിലരോട് ഇങ്ങനെ പറയുക, അല്ലാഹ്, അച്ഛനമ്മമാരുടെ പേര് പറയാത്തവരോടൊപ്പം ഞങ്ങൾ കളിക്കില്ല. കാരണം അച്ഛനമ്മമാരുടെ പേരറിയാത്തവൻ ജാരസന്തതിയാണ്. അവൻ ഞങ്ങളോടൊപ്പം കളിക്കരുത്. നേരം പുലർന്നപ്പോൾ കുട്ടികൾ സ്കൂളിലെത്തി. അജീവും എത്തി. എല്ലാവരും അവന് ചുറ്റും നിന്ന് പറഞ്ഞു, നമ്മൾക്ക് ഒരു കളി കളിക്കാം. എന്നാൽ അച്ഛനമ്മമാരുടെ പേരുകൾ പറയുന്നവർക്ക് അതിൽ ചേരാൻ പാടുള്ളൂ. അവരെല്ലാവരും ആർത്തു വിളിച്ചു, അല്ലാഹ്, നല്ല കാര്യം. ഒരാൾ പറഞ്ഞു, എന്റെ പേര് മജീദ്, അമ്മയുടെ പേര് അലാവിയ, അച്ഛന്റെ പേര് ഇസ് അൽദീൻ. രണ്ടാമനും മൂന്നാമനും അതുപോലെ പറഞ്ഞു. പിന്നെ അജീബിന്റെ ഊഴം വന്നപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പേര് അജീബ്, അമ്മയുടേത് സിദ് അൽ ഹുസൈൻ, അച്ഛന്റെ പേര് ഷംഷ് അൽദീൻ കൊയ്റോ വസീർ. അല്ലാഹ്, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വസീർ നിന്റെ യഥാർത്ഥ അച്ഛനല്ല. അജീബ് മറുപടി നൽകി, ശരിക്കും വസീർ എന്റെ അച്ഛനാണ്. കുട്ടികൾ അവനെ പരിഹസിച്ച് കൈകൊട്ടി പറഞ്ഞു, സ്വന്തം അച്ഛൻ ആരാണെന്ന് അവൻ അറിയില്ല, കടന്നുപോ. അച്ഛന്റെ പേരറിയാത്തവൻ ഞങ്ങളോടൊപ്പം കളിക്കണ്ട. പിന്നെ അവനെ ഒറ്റയ്ക്ക് വിട്ട് അകന്നുപോയി. അവർ പുച്ഛത്തോടെ ചിരിച്ചു. അപമാനിതനായ അവന്റെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം തകർന്നു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഞങ്ങൾക്കറിയാം വസീർ നിന്റെ അച്ഛനാണെന്ന്. നിന്റെ അമ്മയുടെ അച്ഛൻ നിന്റെ അച്ഛനല്ല. നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കും ഞങ്ങൾക്കും അറിയില്ല. കാരണം സുൽത്താൻ നിന്റെ അമ്മയെ കൂനൻ കുതിരക്കാരനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. എന്നാൽ ജിന്നി വന്ന് അവളോടൊപ്പം അന്ന് ക്ഷയിച്ചു.
അങ്ങനെ നിനക്ക് അറിയപ്പെടുന്ന ഒരു അച്ഛൻ ഇല്ല. അതുകൊണ്ട് നിനക്ക് നിയമാനുസൃതമായ ഒരു അച്ഛൻ ഉണ്ടെന്നറിയുന്നത് വരെ മറ്റു കുട്ടികളോട് തുല്യനായി നീ സ്വയം കരുതണ്ട. അതുവരെ അവർക്കിടയിൽ നീ ഒരു ജാരസന്തതിയാണ്. സാമാനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്നവന്റെ മകന് പോലും സ്വന്തം അച്ഛനെ അറിയാം. നിന്റെ മുത്തച്ഛൻ ഈജിപ്തിന്റെ വസീർ ആണ്. എന്നാൽ നിനക്ക് അച്ഛൻ എന്നൊരാൾ തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വരൂ. അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും ഇത്തരം അപമാനകരമായ വാക്ക് അജീബിന് കേൾക്കാനിടയായപ്പോൾ ആ അധിക്ഷേപത്തിന്റെ അർത്ഥം ശരിക്കും അവന് മനസ്സിലായി. അവൻ ഉടനെ പുറത്തേക്കോടി അമ്മയുടെ അടുത്തെത്തി ആവലാതിപ്പെട്ടു. എന്നാൽ ഭയങ്കരമായ തേങ്ങി കരച്ചിലിനിടയിൽ കുറച്ചുനേരം അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ തേങ്ങലുകളും കണ്ണുനീർ പ്രവാഹവും അവളുടെ ഹൃദയം തകർത്തു. അവൾ ചോദിച്ചു, അയ്യോ എന്റെ മോനെ, നീ എന്തിനാണ് കരയുന്നത്? അല്ലാഹ് നിന്റെ കണ്ണുനീർ മാറ്റിത്തരട്ടെ. നിനക്ക് എന്താണ് പറ്റിയതെന്ന് പറയൂ. അപ്പോൾ അധ്യാപകരും കുട്ടികളും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവൻ അവർക്ക് വിവരിച്ചു കൊടുത്തു. ഒടുവിൽ ചോദിച്ചു, ഓ എന്റെ അമ്മേ, ആരാണ് എന്റെ അച്ഛൻ? അവൾ മറുപടി നൽകി, നിന്റെ അച്ഛൻ ഈജിപ്തിന്റെ മന്ത്രിയാണ്. എന്നോട് നുണ പറയണ്ട. മന്ത്രി അമ്മയുടെ അച്ഛനാണ്, എന്റെ അല്ല. അപ്പോൾ എന്റെ അച്ഛൻ ആരാണ്? നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ കടാരി കൊണ്ട് ഞാൻ സ്വയം കുത്തിച്ചാകും. അവൻ അച്ഛന്റെ കാര്യം പറയുന്നത് കേട്ട് അമ്മ ആദ്യ രാത്രിയിൽ തന്റെ കസിനോടൊപ്പം കഴിച്ച സുന്ദര നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. ആ കരച്ചിൽ പിന്നെ നിലവിളിയായി ഉയർന്നു. ഒപ്പം മകനും പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് ബസീർ അവിടെ എത്തി. അവരുടെ കരച്ചിൽ കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ചു. എന്താണ് നിങ്ങൾ കരയുന്നത്? തന്റെ മകനും സ്കൂൾ കുട്ടികളും തമ്മിൽ നടന്ന വാഗ്വാദത്തെക്കുറിച്ച് അവൾ അച്ഛനോട് വിവരിച്ചു കൊടുത്തു. അത് കേട്ട് അദ്ദേഹത്തിനും കരച്ചിൽ അടയ്ക്കാനായില്ല. അദ്ദേഹം സ്വന്തം സഹോദരനെ കുറിച്ചും അവർ തമ്മിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും തന്റെ മകൾക്ക് വന്നുപെട്ട ദുരന്തങ്ങളെക്കുറിച്ചും പുറത്തു കൊണ്ടുവരാനാകാത്ത അതിലെ ദുരൂഹതയെക്കുറിച്ചും ചിന്തിച്ച് വേദനിച്ചു. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് സമ്മേളന ഹാളിലെത്തി നേരെ രാജാവിനെ കാണാൻ പോയി. രാജാവിനോട് നടന്ന കഥ മുഴുവൻ പറഞ്ഞ ശേഷം കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഒരു യാത്ര പോകാൻ സമ്മതിക്കണമെന്ന് അപേക്ഷിച്ചു. ബസ്ര നഗരത്തിൽ പോയി തന്റെ സഹോദരപുത്രനെ അന്വേഷിക്കലായിരുന്നു ലക്ഷ്യം. തന്റെ സഹോദരപുത്രൻ ബദർ അൽജീനെ ആര് കണ്ടെത്തിയാലും പിടികൂടണമെന്ന് ഉത്തരവിറക്കുവാൻ തനിക്ക് അധികാരം തരണമെന്ന് അദ്ദേഹം സുൽത്താനോട് അപേക്ഷിച്ചു. പിന്നെ രാജാവിന് മുന്നിൽ ഇരുന്ന് കുറച്ചു നേരം കരഞ്ഞു. രാജാവിന് അദ്ദേഹത്തോട് ദയ തോന്നി. എല്ലാ രാജ്യങ്ങളിലെയും നഗരങ്ങളിലെയും അധികാരികൾക്ക് അതിനെക്കുറിച്ച് കത്തുകൾ അയച്ചു. മന്ത്രി ഇതിൽ അതീവ സന്തുഷ്ടനായി. രാജാവിനെ അനുഗ്രഹിക്കാനായി അള്ളാഹയോട് പ്രാർത്ഥിച്ചു. രാജാവിനോട് നന്ദി പറഞ്ഞ ശേഷം വസീർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന മകളെയും വളർത്തുപുത്രൻ അജീമിനെയും തയ്യാറാക്കി ഒരു ദീർഘയാത്രയ്ക്ക് ആവശ്യമായ സാമാനങ്ങളുമായി പുറപ്പെട്ടു. ഒടുവിൽ അവർ ദമാസ്കസ് നഗരത്തിലെത്തി. മരങ്ങളും അരുവികളും തടാകങ്ങളും നിറഞ്ഞ മനോഹരമായ സ്ഥലമായിരുന്നു അത്. നഗരത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള അൽഹസ എന്ന തുറസായ സ്ഥലത്തായിരുന്നു ക്യാമ്പ് ചെയ്തത്. അവിടെ കൂടാരങ്ങൾ നിർമ്മിച്ച ശേഷം അദ്ദേഹം വേലക്കാരോട് പറഞ്ഞു, ഇവിടെ 2 ദിവസം തങ്ങാം. അതുകൊണ്ടവർ പല സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനുമായി നഗരത്തിലേക്ക് പോയി. ചിലർ കുളിമുറികളിലേക്കും. ബാനു ഉമയ്യയുടെ ഗംഭീരമായ പള്ളി കാണാനും പോയി. അതുപോലൊരു പള്ളി ഈ ലോകത്ത് കാണാൻ കഴിയില്ല. ക്രിസ്ത്യൻ കത്തീഡ്രൽ മുസ്ലിം മസ്ജിദ് ആയി മാറ്റിയെടുത്തതാണത്രേ അത്. അജീബും തന്റെ പരിചാരകനായ നമസ്കാരത്തിനോടൊപ്പം ചുറ്റിക്കറങ്ങാൻ പോയി. ദമാസ്കസിലെ ജനങ്ങൾ അജീബിന്റെ സൗന്ദര്യവും അഴകും അംഗലാവണ്യവും കണ്ട് അവന്റെ പിന്നാലെ നടന്നു. മറ്റു ചിലർ മുന്നിലേക്ക് ഓടിച്ചെന്നു. അവൻ വരുന്നത് കാണാനായി കാത്തിരുന്നു. അവനെ അതിശയത്തോടെ എല്ലാവരും തുറച്ചു നോക്കി. അജീബിന്റെ അച്ഛന്റെ ബദർ അൽദീൻ ഹസന്റെ കടയ്ക്ക് മുന്നിലാണ് നമസ്കാരം അവനെ കൊണ്ടുചെന്ന് നിർത്തിയത്. ഇപ്പോൾ അയാളുടെ താടി നീണ്ടു കൊഴുത്തു വളർന്നിരിക്കുന്നു. 12 കൊല്ലത്തിനിടയിൽ അയാൾ കൂടുതൽ ബുദ്ധിമാനും സമർത്ഥനുമായിട്ടുണ്ട്. അവനെ ദത്തെടുത്ത പാചകക്കാരൻ മൃതിയടഞ്ഞിരുന്നു. അയാളുടെ ഷോപ്പിന് സ്വത്തിന് ഉടമ ബസ്രായിലെ ഹസൻ ആണിപ്പോൾ. അയാളുടെ മകനും നവംസകവും അയാളുടെ മുന്നിലൂടെ കടന്നു പോകവേ അയാൾ അജീമിനെ മിഴിച്ചു നോക്കി. അവന്റെ സൗന്ദര്യം കണ്ട ഹസന്റെ ഹൃദയം പിഴച്ചു. രക്തത്തോട് ആകർഷിക്കപ്പെട്ടു. സ്വാഭാവിക സ്നേഹം അവനെ സ്വീകരിക്കാൻ ഉത്കടമായി ആശിച്ചു. സ്നേഹം അയാളുടെ മനസ്സിനെ തളർത്തി. അങ്ങനെ അയാൾ സ്വന്തം പുത്രൻ അജീബിനെ വിളിച്ചു പറഞ്ഞു, ഓ എന്റെ ദൈവമേ, നീ എന്റെ ഹൃദയം വശീകരിച്ചിരിക്കുന്നു. നിന്നെ എന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ ഞാൻ മോഹിക്കുന്നു. എന്റെ വീട്ടിൽ കടന്നു വന്ന് എന്റെ മനസ്സിനെ ആശ്വാസത്തിനാൽ എന്തെങ്കിലും ആഹാരം കഴിക്കാമോ? താൻ മുമ്പ് എന്തായിരുന്നെന്നും ഇപ്പോൾ എന്താണെന്നും ഓർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജീബ് അച്ഛന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ ഹൃദയം അയാളോട് ആകർഷിച്ചതായി അവന് തോന്നി. അവൻ നപുംസകത്തെ നോക്കി പറഞ്ഞു, സത്യം പറയട്ടെ എന്റെ നല്ലവനായ അംഗരക്ഷക, ഈ പാചകക്കാരനോട് എന്റെ മനസ്സിൽ വല്ലാത്ത സ്നേഹം തോന്നുന്നു. ഒരു മകനെ ദൂരെ ഉപേക്ഷിച്ചു പോന്നവനെ പോലെയാണ് അയാൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അയാളുടെ ആതിഥ്യം സ്വീകരിച്ച് അകത്ത് ചെന്ന് അയാളെ പ്രീതനാക്കാം. ഒരു പക്ഷേ അത്തരം പ്രവൃത്തി മൂലം എന്നെയും എന്റെ അച്ഛനെയും അള്ളാഹ് വീണ്ടും ഒന്നിപ്പിച്ചെങ്കിലോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ നമസ്സാമു ഉറക്കെ പറഞ്ഞു, അള്ളാഹാണ്, അത് നല്ലൊരു കാര്യം തന്നെ. ഒരു സാധാരണ ചായക്കടയിൽ നിന്നും വസീറിന്റെ മകൻ ഭക്ഷണം കഴിക്കുകയോ? നിന്ന് ഈ മനുഷ്യരെ മാറ്റി നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിന്നെ അവർ നോക്കുകയോ വേണ്ട. നിന്നെ ഈ ചായക്കടയ്ക്കുള്ളിൽ കടത്തുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. ബസ്രായിലെ ഹസൻ ഇത് കേട്ട് വിസ്മയിച്ചു. കവിളിലൂടെ കണ്ണീർ ഒഴുകിക്കൊണ്ട് അയാൾ നപുംസകത്തെ നോക്കി. അപ്പോൾ അജീബ് പറഞ്ഞു, സത്യമായും എന്റെ ഹൃദയം ഇയാളെ സ്നേഹിക്കുന്നു. എന്നാൽ നപുംസകം മറുപടി നൽകി, ഇത്തരം സംസാരം നിർത്തൂ, നിന്നെ ഉള്ളിലേക്ക് പോകാൻ അനുവദിക്കില്ല. അപ്പോൾ അവന്റെ അച്ഛൻ നപുംസകത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ നല്ലവനായ സാർ, എന്റെ ഷോപ്പിലേക്ക് പ്രവേശിച്ച് എന്തുകൊണ്ട് എന്റെ മനസ്സിൽ നിങ്ങൾ ആനന്ദം തരുവാൻ ആഗ്രഹിക്കുന്നില്ല? നിങ്ങൾ ഒരു ചെസ്റ്റ് നട്ട് പോലെയാണ്. പുറമേക്ക് കറുപ്പാണെങ്കിൽ വെളുത്ത ഹൃദയമാണ് ഉള്ളിൽ. പിന്നെ അവനെ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിതാശൈലം അയാൾ ചൊല്ലി. അത് കേട്ട് നമസ്കാരം വളരെയേറെ സന്തോഷിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അവൻ നജീബിന്റെ കൈപിടിച്ച കടയിലേക്ക് പ്രവേശിച്ചു. ഉടനെ ബസ്രക്കാരനായ ഹസൻ സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി പ്ലേറ്റിൽ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സാന്നിധ്യം എന്നെ അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ഇത് കഴിച്ച ആരോഗ്യമ്മമാരും സന്തുഷ്ടന്മാരുമാകൂ. അപ്പോൾ അജീബ് അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കൂ. അപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരുമായി ഒന്നിപ്പിച്ചെങ്കിലോ? ഹസൻ ചോദിച്ചു, ഓ എന്റെ മോനെ, ഇത്രയും ചെറുപ്പത്തിൽ നീ സ്വന്തം പ്രിയപ്പെട്ടവരുമായി വേർപെട്ടെന്നോ? അജീബ് പറഞ്ഞു, അപ്രകാരം തന്നെ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ നഷ്ടം ഓർത്ത് എന്റെ ഹൃദയം തകരുകയാണ്. ആ പ്രിയപ്പെട്ടവൻ എന്റെ അച്ഛനല്ലാതെ മറ്റാരുമല്ല.
അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങിയതാണ് ഞാനും എന്റെ മുത്തച്ഛനും. മഹാകഷ്ടമാണ് എന്റെ കാര്യം. അദ്ദേഹത്തെ കാണാൻ എനിക്ക് എന്തുമാത്രം മോഹമാണെന്നോ. പിന്നെ സഹിക്കാനാവാത്ത ദുഃഖത്തോടെ അവൻ കരഞ്ഞു. അവന്റെ ദുഃഖവും തന്റെ പഴയ കാര്യങ്ങൾ ഓർത്ത് അവന്റെ അച്ഛനും വേദനയോടെ കണ്ണീരൊഴുക്കി. നപുംസകവും വ്യാപകുലനായിരുന്നു. പിന്നെ തൃപ്തിയാകുന്നതുവരെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അജീബും അടിമയും എഴുന്നേറ്റ് ഷോപ്പിൽ നിന്നും പോന്നു. അവരുടെ വേർപാടിൽ ബസ്രാ ഹസനും അസഹ്യമായ മനോവേദന തോന്നി. അയാളും അവരോടൊപ്പം പോകാൻ ആഗ്രഹിച്ചു. അജീബ് തന്റെ മകനാണെന്ന് അയാൾക്കറിയില്ലെങ്കിലും കണ്ണു ചിമ്മുന്ന സമയം പോലും അയാൾക്ക് ആ ബാലനെ കാണാതിരിക്കാനായില്ല. അതുകൊണ്ട് അയാൾ തന്റെ കട അടച്ചു അവർ പോയ ദിക്കിലേക്ക് ധൃതി പിടിച്ചു നടന്നു. നല്ല വേഗത്തിൽ നടന്നതിനാൽ നഗരത്തിന്റെ പശ്ചിമ കവാടം അവർ കടക്കുന്നതിന് മുമ്പ് അയാൾ അവരുടെ അടുത്തെത്തി. നവംസം അയാൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? ബദർ അൽദീൻ മറുപടി നൽകി, നിങ്ങൾ എന്നെ വിട്ടു പോന്നപ്പോൾ എന്റെ ആത്മാവ് നിങ്ങളോടൊപ്പം പോയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് നഗരത്തിന് പുറത്ത് കുറച്ച് പണിയുള്ളതിനാൽ നിങ്ങളോടൊപ്പം വന്ന് എന്റെ പണി തീർത്ത ശേഷം തിരിച്ചു വരാമെന്ന് കരുതി. നപുംസകത്തിന് ദേഷ്യം വന്നു. അവൻ അജീബിനോട് പറഞ്ഞു, ഞാൻ പേടിച്ചത് തന്നെയാണിത്. നിർഭാഗ്യവശാൽ നമ്മൾ അയാളുടെ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇതാ ഈ മനുഷ്യൻ നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മെ പിന്തുടരുന്നു. കാരണം ആ ഫാസൻ എന്നും ആ ഫാസൻ തന്നെയാണ്. അജീബ് തല തിരിച്ച് ആ പാചകക്കാരനെ തൊട്ടു പിന്നിൽ കണ്ടപ്പോൾ അവന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവൻ വേലക്കാരനോട് പറഞ്ഞു, അയാൾ പ്രധാന റോഡിലൂടെ നടന്നോട്ടെ. എന്നാൽ നമ്മൾ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിയുമ്പോഴും അയാൾ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രഹരം വെച്ചു കൊടുത്ത് അയാളെ ഓടിക്കണം. പിന്നെ അവൻ തല കുനിച്ച് നടത്തം തുടർന്നു. നവംസക അവന് പിന്നാലെ. എന്നാൽ ഹസൻ അവരെ പിന്തുടർന്ന് അൽ ഹസ മൈതാനത്തിലെത്തി. കൂടാരത്തിനടുത്തെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ തൊട്ടു മുന്നിൽ എത്തിയിരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ അജീബ് വല്ലാതെ കുപിതനായി. കഴിഞ്ഞ സംഭവങ്ങൾ മുത്തച്ഛനോട് നവംസകം പറഞ്ഞെങ്കിലോ എന്ന് അവൻ ഭയപ്പെട്ടു. താൻ പാചകക്കടയിൽ കയറി ഭക്ഷണം കഴിച്ചെന്നും അതിനുശേഷം പാചകക്കാരൻ തന്നെ പിന്തുടർന്നെന്നും ആരെങ്കിലും പറഞ്ഞാലോ എന്നോർത്തായിരുന്നു അവന്റെ വിദ്വേഷം. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ വിളിച്ചു നോക്കി നിൽക്കുന്ന ഹസനെയാണ് അവൻ കണ്ടത്. ആ അച്ഛൻ ആത്മാവില്ലാതെ ഒരു ശരീരവുമായിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ വഞ്ചന നിറഞ്ഞവയാണെന്ന് അജീബിന് തോന്നി. ഒരു വിഷയലംബടനാണെന്ന്. അതുകൊണ്ട് അവന്റെ ക്രോധം ആളിക്കത്തി. അവൻ കുനിഞ്ഞ് ആറാറിഞ്ഞാൽ ഭാരമുള്ള ഒരു കല്ലെടുത്ത് അച്ഛനെ എറിഞ്ഞു. അത് അയാളുടെ നെറ്റിയിൽ കൊണ്ട് പുരികങ്ങൾക്കിടയിലൂടെ ഭയങ്കര മുറിവുണ്ടാക്കി. രക്തം ഒഴുകി. ഹസൻ തലചുറ്റി നിലത്തു വീണു. അജീബും നവംസകവും കൂടാരത്തിനകത്തേക്ക് പോയി. അച്ഛന് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ രക്തം തുടച്ചു കളഞ്ഞ് തലപ്പാവിൽ നിന്നൊരു കഷ്ണം തുണി കീറിയെടുത്ത് മുറിവേറ്റ നെറ്റിയിൽ ചുറ്റിക്കെട്ടി. അയാൾ സ്വയം കുറ്റപ്പെടുത്തി പറഞ്ഞു, കടയടച്ച് ആ ബാലനെ ഞാൻ പിന്തുടർന്നത് എന്റെ തെറ്റാണ്. ഞാനൊരു ദുഷിച്ച മനസ്സുള്ളവനാണെന്ന് അവൻ കരുതി കാണും. പിന്നീട് അയാൾ കടയിലെത്തി സ്വന്തം കച്ചവടത്തിൽ മുഴുകി. അയാൾ അവന്റെ ബസ്രയിലുള്ള അമ്മയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു. ഹസൻ തന്റെ മധുരപലഹാര വ്യാപാരം തുടർന്നു. എന്നാൽ 3 ദിവസത്തെ വാസത്തിനു ശേഷം അയാളുടെ അങ്കിൾ വസീർ ദമാസ്കസ് വിട്ടു. എമീസയിലേക്കാണ് അവർ പോയത്. ആ നഗരത്തിലൂടെ കടന്നു പോകവേ അവിടെയെല്ലാം അദ്ദേഹം അയാളെക്കുറിച്ച് അന്വേഷണം നടത്തി. അതുപോലെ അദ്ദേഹം വിശ്രമിച്ച എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് ഹമാഹ്, അലിപ്പോ, ദിയാർ ബക്കാർ, മാലിദീൻ, മോസിൽ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്ത് ബസ്ര നഗരത്തിലെത്തി. വന്ന വഴിയിലെല്ലാം അന്വേഷണം നടത്തിയിരുന്നു. ഇവിടെ ഒരു വാസസ്ഥലം വാടകയ്ക്ക് എടുത്ത ഉടനെ അദ്ദേഹം സുൽത്താനെ ചെന്ന് മുഖം കാണിച്ചു. അദ്ദേഹത്തെ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ ബഹുമാന പുരസരം രാജാവ് സ്വീകരിച്ചു. ആഗമനോദ്ദേശം ആരാഞ്ഞു. വസീർ തന്റെ കഥ വിവരിച്ചു കൊടുത്തു. മന്ത്രി നൂർ അൽദീൻ സ്വന്തം സഹോദരനാണെന്ന് സുൽത്താനോട് പറഞ്ഞു. അത് കേട്ട് സുൽത്താൻ അത്ഭുതം പ്രകടിപ്പിച്ചു. അള്ളാഹ് അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ. സുൽത്താൻ തുടർന്നു, എന്റെ നല്ലവനായ സാഹിബ് 15 വർഷം അദ്ദേഹം എന്റെ വസീർ ആയിരുന്നു. എനിക്ക് അങ്ങേയറ്റം സ്നേഹമായിരുന്നു അദ്ദേഹത്തോട്. ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം 1 മാസം അവൻ ഇവിടെ താമസിച്ചു. പിന്നീട് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. എന്നാൽ അയാളുടെ അമ്മ എന്റെ പഴയ മന്ത്രിയുടെ മകൾ ഇപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. ഈ വാർത്ത കേട്ട് വസീർ ഷംസ് അൽദീൻ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ രാജാവേ, എനിക്ക് അവളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ഉടനെ സുൽത്താൻ അതിന് അനുമതി നൽകി. തന്റെ അനിയൻ നൂർ അൽദീന്റെ കെട്ടിടത്തിലേക്ക് അദ്ദേഹം ചെന്നു. ചുറ്റുപാടും ദുഃഖത്തോടെ കണ്ണോടിച്ചു. വാതിൽ പഴിയിൽ ചുംബിച്ചു. ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും സ്വന്തം നാടിനെയും വിട്ട് അപരിചിതമായ ഒരു നാട്ടിൽ വന്ന് ജീവിക്കുകയും മരിക്കുകയും ചെയ്ത അനിയൻ നൂർ അൽദീൻ അലിയെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം കണ്ണീരൊഴുക്കി. പിന്നെ അദ്ദേഹം ഗേറ്റിലൂടെ കടന്ന് ഒരു മുറ്റത്തെത്തി. കരുത്തുറ്റ ഒരു വാതിലാണ് ആ കെട്ടിടത്തിന്റേത്. കനത്ത കല്ലുകൾ കൊണ്ടും പല നിറത്തിലുള്ള മാർബിൾ കൊണ്ടുമാണ് ആ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതിനുള്ളിലേക്ക് അയാൾ കടന്നു ചെന്ന് വീടിന് ചുറ്റും നടന്നു നോക്കി. തന്റെ അനിയന്റെ പേർ നൂർ അൽദീൻ എന്ന ചുമരുകളിൽ സുവർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുള്ളത് അദ്ദേഹം കണ്ടു. അപ്പോൾ ആ ശിലാലിഖിതത്തിനടുത്ത് ചെന്ന് അതിൽ ചുംബിച്ചു. അനിയനുമായി വേർപാടാനുണ്ടായ കാരണവും ഇപ്പോൾ അവൻ എന്നേക്കുമായി വേർപെട്ട കാര്യം ഓർത്ത് അദ്ദേഹം കരഞ്ഞു. അവിടെ നിന്നും നടന്ന് തന്റെ അനിയന്റെ വിധവയും ബദർ അൽദീൻ ഹസന്റെ അമ്മയുമായവരുടെ മുറിയിലേക്ക് ചെന്നു. അവൾ സ്വന്തം മകൻ വിട്ടുപോയ ശേഷം എന്നും രാപ്പകലില്ലാതെ കരച്ചിലാണ്. വർഷങ്ങൾ കടന്നു പോയപ്പോൾ വീട്ടിൽ മാർബിൾ കൊണ്ടൊരു ശവകുടീരം അവനായി അവൾ നിർമ്മിച്ചു. രാവും പകലും അവനെ ഓർത്ത് അവിടെ ഇരുന്ന് വിലപിച്ചു. ഉറങ്ങാറേ ഇല്ല എന്ന് പറയാം. അവളുടെ മുറിക്കരികിൽ അദ്ദേഹം എത്തിയപ്പോൾ ശവകുടീരത്തിൽ നിന്ന് അവളുടെ വിലാപം കേട്ടു. അവൾ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് നിൽക്കവേ വസീർ അവളുടെ അരികിൽ ചെന്ന് സലാം ചെയ്തു. താൻ അവളുടെ ഭർത്താവിന്റെ ചേട്ടൻ ആണെന്ന് അറിയിച്ചു. അവർ തമ്മിൽ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. 10 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ മകൻ ബദർ അൽദീൻ ഹസൻ ഒരു രാത്രി മുഴുവൻ തന്റെ മകളോടൊപ്പം കഴിഞ്ഞെന്നും പിറ്റേന്ന് രാവിലെ അപ്രത്യക്ഷനായതും എല്ലാം അതേപടി അദ്ദേഹം വിവരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു, എന്റെ മകൻ നിങ്ങളുടെ മകനാൽ ഗർഭം ധരിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവൻ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. അവൻ നിങ്ങളുടെ കുഞ്ഞാണ്. എന്റെ മകളിൽ നിങ്ങളുടെ മകനുണ്ടായ പുത്രൻ. അവളുടെ മകൻ ബദർ അൽദീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ഭർത്തൃ സഹോദരനെ കണ്ടെന്നും കേട്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. ആ പാദങ്ങൾ ചുംബിച്ചു. അപ്പോൾ വസീർ അജീബിനെ അങ്ങോട്ട് വിളിപ്പിച്ചു. അമ്മൂമ്മ എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഷംസ് അൽദീൻ അവളോട് പറഞ്ഞു, ഇത് കരയേണ്ട സമയമല്ല. നീ വേഗം തയ്യാറാകൂ. ഞങ്ങളോടൊപ്പം ഈജിപ്തിലേക്ക് വരൂ. സന്ദർഭവശാൽ അള്ളാഹ് നിന്നെ സ്വന്തം മകനോട് ഒപ്പം ചേർക്കും. അവൾ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവ് പോലെ. ഉടനെ അവൾ എഴുന്നേറ്റ് തന്റെ സാമാനങ്ങൾ, പണം, ആഭരണങ്ങൾ എല്ലാം എടുത്ത് അണിമ പെൺകുട്ടികളോടൊപ്പം ദൂരയാത്രയ്ക്ക് തയ്യാറായി.
വസീർ ബസ്ര സുൽത്താനോട് യാത്ര പറയാൻ പോയി. ഈജിപ്ത് സുൽത്താൻ നൽകാനായി അദ്ദേഹം സാമാനങ്ങളും അപൂർവ വസ്തുക്കളും കൊടുത്തയച്ചു. ഉടനെ അദ്ദേഹം മടക്കയാത്ര ആരംഭിച്ചു. ഒമസ്കസ് നഗരത്തിലെത്തിയപ്പോൾ പതിവ് സ്ഥലത്ത് അവർ യാത്ര നിർത്തി. കൂടാരങ്ങൾ കെട്ടി. തന്റെ സംഘത്തോട് അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് 7 രാത്രികൾ ഇവിടെ തങ്ങാം. സുൽത്താന് വേണ്ടി പാരിതോഷികങ്ങളും അപൂർവ വസ്തുക്കളും വാങ്ങണം. അപ്പോൾ അജീബ് പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. അവൻ നപുംസകത്തിനോട് പറഞ്ഞു, ഓ ലായിക്, എനിക്ക് ചെറിയൊരു വിനോദയാത്ര നടത്തണം. വരൂ, നമ്മൾക്ക് ദമാസ്കസിലെ പ്രശസ്തമായ ബസാറിലേക്കൊന്ന് പോകാം. നമ്മൾക്ക് മധുര പലഹാരങ്ങൾ കഴിക്കാൻ തന്ന ആ പാചകക്കാരന്റെ തല എറിഞ്ഞ് പൊട്ടിച്ചിട്ടില്ലേ അന്ന് നമ്മൾ പോയത്? അയാൾക്ക് എന്ത് പറ്റി എന്നൊന്ന് നോക്കാം. അയാൾ തീർച്ചയായും നമ്മളോട് വളരെ കാരുണ്യത്തോടെയാണ് പെരുമാറിയതെങ്കിലും നമ്മൾ അയാളോട് നീചമായാണ് പെരുമാറിയത്. നപുംസകൻ മറുപടി നൽകി, അങ്ങയുടെ ഉത്തരവ് പോലെ. അങ്ങനെ അവർ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. രക്തബന്ധം അജീബിനെ അച്ഛന്റെ അരികിലേക്ക് ആകർഷിച്ചു. ഉടനെ അവർ നഗര കവാടം കടന്ന് നഗരത്തിൽ പ്രവേശിച്ച് നേരെ ആ പാചകക്കാരന്റെ കടയിലേക്ക് നടന്നു. കടയുടെ വാതിൽക്കൽ ബസ്രാക്കാരൻ ഹസൻ നിൽക്കുന്നത് അവർ കണ്ടു. ഉച്ചതിരിഞ്ഞുള്ള പ്രാർത്ഥനാ സമയമായിരുന്നു അത്. നല്ല വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു അയാളുടെ നിൽപ്പ്. അവർ ഇരുവരും അയാളുടെ സമീപത്ത് ചെന്ന് അയാളെ കണ്ടപ്പോൾ അജീബിന്റെ ഹൃദയം പിടച്ചു. നെറ്റിയിലെ മുറിവിന്റെ പാട് കൈവാളിച്ചു കിടന്നിരുന്നു. അവൻ അയാളെ അഭിവാദ്യം ചെയ്തു. അസ്സലാമു അലൈക്കും. ഓ മനുഷ്യ, എന്റെ ഹൃദയം നിങ്ങളോടൊപ്പമാണ്. ബദർ അൽദീൻ തന്റെ മകന് നേരെ നോക്കിയപ്പോൾ അയാളുടെ ഹൃദയം അവനു വേണ്ടി പിടച്ചു. എങ്കിലും തലകുനിച്ച് നിൽക്കാനല്ലാതെ ഒരു അക്ഷരം മിണ്ടാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് അയാൾ അവരോട് പറഞ്ഞു, എന്റെ തകർന്ന ഹൃദയത്തെ സുഖപ്പെടുത്തുക, എന്റെ മധുരപലഹാരങ്ങൾ കഴിക്കുക. അള്ളാണ് നിന്നെ ഹൃദയമെടുപ്പോടുകൂടി അല്ലാതെ എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും അന്ന് ഞാൻ നിങ്ങളെ പിന്തുടരാൻ പാടില്ലായിരുന്നു. എന്നാൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അള്ളാണ്. അജീബ് മറുപടി നൽകി, നിങ്ങൾ ഞങ്ങളെ തീർച്ചയായും സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചതിൽ ഞങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾക്ക് മാനക്കേട് വരുത്തി. അതുകൊണ്ട് ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ. അതായത് നിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് ശപഥം ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ താമസത്തിനിടയിൽ നിങ്ങളെ വീണ്ടും സന്ദർശിക്കില്ല. ഞങ്ങൾ ഇവിടെ ഒരാഴ്ച ഉണ്ടാകും. എന്റെ മുത്തച്ഛന് ചില പാരിതോഷികങ്ങൾ രാജാവിനായി വാങ്ങിക്കാനുണ്ട്. ഹസൻ സമ്മതിച്ചു. അക്കാര്യം ഞാൻ ശപഥം ചെയ്യുന്നു. അപ്പോൾ അജീബ് നപുംസവും കടയ്ക്കുള്ളിലേക്ക് കയറി. അവന്റെ അച്ഛൻ അവർക്ക് മുന്നിൽ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തി. അജീബ് പറഞ്ഞു, ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു പക്ഷേ അള്ളാഹ് നമ്മുടെ ദുഃഖങ്ങൾ മാറ്റി തന്നേക്കാം. ഹസൻ സസന്തോഷം അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ അയാളുടെ കണ്ണുകൾ അജീബിന്റെ മുഖത്ത് തന്നെ തറച്ചു നിൽക്കുകയായിരുന്നു. അവന്റെ ഹൃദയവും ആത്മാവും മകനിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ഒടുവിൽ ആ ബാലൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഒരു മന്ദബുദ്ധിയാണോ? എന്താണ് എന്റെ മുഖത്ത് തുറച്ചു നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്? ഒരിക്കൽ ഹസൻ ഒരു പിടി ഭക്ഷണം എടുത്ത് അജീബിന്റെ വായിൽ വെച്ചു കൊടുത്തു. മറ്റൊരിക്കൽ നപുംസകത്തിന്റെയും. അങ്ങനെ മൂവരും മതിയാവോളം ആഹാരം കഴിച്ചു. പിന്നെ അവർ എല്ലാവരും എഴുന്നേറ്റു. പാചകക്കാരൻ അവരുടെ കൈ കഴുകാനായി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഷാൾ കൊണ്ട് കൈ തുടച്ചു കൊടുത്തു. പനിനീർ തളിച്ചു. അതിനുശേഷം അയാൾ പോയി സുഗന്ധമുള്ള ഐസ് ഇട്ട ഒരു പാത്രം ശർബത്ത് കൊണ്ടുവന്നു അവർക്ക് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നോടുള്ള ഔദാര്യം പൂർണ്ണമാക്കുക. അപ്പോൾ അജീബ് അത് കുടിച്ചു. പിന്നെ ആ പാത്രം നപുംസകത്തിന് കൊടുത്തു. അതിനുശേഷം പാചകക്കാരനും. അങ്ങനെ ആവശ്യത്തിലേറെ ഭക്ഷണം അവർ കഴിച്ചു. ഒടുവിൽ അവർ വേഗം നടന്ന് കൂടാരത്തിലെത്തി. അജീബ് തന്റെ അമ്മൂമ്മയുടെ അടുത്തെത്തിയപ്പോൾ അവനെ ചുംബിച്ച് സ്വന്തം പുത്രനായ ബദർ അൽദീൻ ഹസനെ ഓർത്ത് ഉറക്കെ കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അമ്മൂമ്മ അജീബിനോട് ചോദിച്ചു, ഓ എന്റെ മോനെ, നീ എവിടെയായിരുന്നു? ദമാസ്കസ് നഗരത്തിൽ. അവൻ മറുപടി നൽകി. അവർ എഴുന്നേറ്റു ചെന്ന് ഒരു പ്ലേറ്റിൽ കുറച്ച് മാതള നാരങ്ങ കുഴികൾ ഇട്ടുകൊടുത്തു. പിന്നെ നപുംസകത്തായി പറഞ്ഞു, നിന്റെ യജമാനോടൊപ്പം ഇരിക്കൂ. നപുംസകം ആത്മകഥമായി പറഞ്ഞു, അള്ളാണ്, ഞങ്ങൾക്കൊന്നും തിന്നാൻ തോന്നുന്നില്ല. അപ്പത്തിന്റെ മണം പോലും വെറുപ്പുളവാക്കുന്നു. എന്നാലും അവൻ ഇരുന്നു. അജീബും അപ്രകാരം തന്നെ ചെയ്തു. തിന്നും കുടിച്ചും അവരുടെ വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നെങ്കിലും അജീബ് ഒരു കഷ്ണം അപ്പം പൊട്ടിച്ചു മാതള നാരങ്ങ നീരിൽ മുക്കി വായിലിട്ടു. അതത്ര മധുരമുള്ളതല്ലെന്ന് അവന് മനസ്സിലായി. വയറു നിറഞ്ഞിരുന്നതിനാലുള്ള മടുപ്പും അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എന്ത് വൃത്തികെട്ട സാധനമാണിത്. ഓ എന്റെ മോനെ, അമ്മൂമ്മ ഉറക്കെ ചോദിച്ചു. എന്റെ പാചകത്തിന് കുറ്റം കണ്ടെത്തുകയാണോ നീ? ഇത് ഞാൻ സ്വയം പാകം ചെയ്തതാണ്. നിന്റെ അച്ഛൻ ബദർ അൽദീൻ ഹസൻ ഒഴിച്ചു മറ്റാർക്ക് ഇതുപോലെ ഇത്രയും സാധുള്ള ഭക്ഷണം പാകം ചെയ്യാനാവില്ല. അള്ളാണ്. ഓ എന്റെ അമ്മൂമ്മയെ, അജീബ് മറുപടി നൽകി. ഇതൊരു വൃത്തികെട്ട ഭക്ഷണ സാധനം തന്നെയാണ്. ബസ്ര നഗരത്തിൽ ഞങ്ങൾ കണ്ട പാചകക്കാരൻ എന്ത് രസമായിട്ടാണ് മാതള നാരങ്ങ കുരുകൾ പാകം ചെയ്യുന്നത്. അതിന്റെ മണം നേരെ ഹൃദയത്തിലേക്കാണ് കടന്നു ചെല്ലുക. ഏതൊരു മനുഷ്യനും അതിന്റെ സ്വാദോർത്ത് കൊതിച്ചിരുന്നു പോകും. ഈ സാധനം അതുമായി തുലനം ചെയ്താൽ യാതൊന്നിനും കൊള്ളില്ലെന്ന് പറയാം. അവന്റെ അമ്മൂമ്മ അത് കേട്ട് ഭയങ്കര കോപത്തോടെ വേലക്കാരനെ നോക്കി. അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞെന്നും ഷഹ്റസാദ് മനസ്സിലാക്കി.